ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോമ്പ് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സുമായിട്ടാണ്. രണ്ട് വിധത്തിൽ ഞാൻ ഈ ടിപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് തരിക്കഞ്ഞി. അപ്പോൾ നമുക്കിത് കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരുപാട് സമയം നമുക്ക് ദിവസത്തിനായിട്ട് നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് തരിക്കഞ്ഞി മിക്സ് ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരുപാട് സമയം നമുക്ക് ലാഭിച്ചൂടെ? അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും അനവധി ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയായാലും എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ റംസാൻ മാസം അതിൻ്റെ വിശുദ്ധിയോടുകൂടി പൂർത്തീകരിക്കാൻ സർവ്വശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കൊരു പാൻ വെക്കാം. ഇത് ചൂടായതിനു ശേഷം ഇതിലേക്കൊരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആവും. ചിലർക്ക് കൂടുതൽ ഇഷ്ടമാവും, ചിലർക്ക് കുറവായിരിക്കും. ഉള്ളി അതുപോലെ നമ്മൾ സാധാരണ വറുത്തെടുക്കുന്നത് പോലെ ക്രിസ്പായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുഞ്ഞിതായിട്ട് നുറുക്കിയ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. തീ ചെറുതാക്കി വെക്കാൻ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ കളർ മാറിപ്പോയാൽ തരിക്കഞ്ഞിയുടെ മൊത്തം കളർ മാറിപ്പോവും. ഇത് കണ്ട ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊന്നുമില്ല. നിങ്ങൾ ആ ഒരു പാകത്തിലേക്ക് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം രണ്ടാമത്തെ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തീ വളരെ ചെറുതാക്കിയിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊന്നും വറുത്തെടുക്കേണ്ട. അപ്പോൾ നമ്മളുടെ തരിക്കഞ്ഞിൻ്റെ നല്ല വെള്ള കളർ കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വറുത്തെടുക്കണം. ഇനി ഞാൻ 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ എടുക്കുന്നത് 2 പാത്രം റവ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പകുതി സേമിയ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഫി കപ്പിൽ അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ ഓഫാക്കണം കേട്ടോ. ഏകദേശം നമ്മളുടെ ഈ ഒരു പാകത്തിൽ വറുത്തെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളറായി വറുത്തെടുക്കൊന്നും വേണ്ട. ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ആ ചൂടിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം. ഇതാണ് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് റവ മിക്സ്. ഇതിൽ വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ചയോ 2 ആഴ്ചയോ സൂക്ഷിക്കാം. ഇനി വീണ്ടും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കി കാണിക്കാം. ഇപ്പം ഞാനിതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് പാലും 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ പാലിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ കുറുക്കത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ചേർത്ത അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1.5 കപ്പ് പാല്, 2.5 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇൻസ്റ്റൻറ്റ് തരിക്കഞ്ഞി മിക്സിൽ നിന്നും ഒരു 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് പകുതി അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മുഴുവനായി അടച്ച് വെച്ചാൽ ചിലപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് തിളച്ച് വരും. അപ്പോൾ നമുക്ക് പകുതി അടച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. നമുക്ക് കുറച്ച് സാധനങ്ങളെ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടുള്ളൂ. പക്ഷേ ദിവസം അതിന് മെനക്കിടുമ്പോൾ കുറേ സമയം നമുക്ക് പോയി കിട്ടും. അപ്പോൾ അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല തരിക്കഞ്ഞി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ദിവസം കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ നമ്മളുടെ തരിക്കഞ്ഞി ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തു. എല്ലാവരും ഇതുപോലെ ഒരു ഇൻസ്റ്റൻറ്റ് തരിക്കഞ്ഞി മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ഉള്ളി ചേർത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പുറത്തുതന്നെ സൂക്ഷിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഉള്ളി കൂടെ ചേർത്തതുകൊണ്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്മെല്ലിനൊരു മാറ്റം വരും നമ്മൾ പുറത്തുതന്നെ വെച്ചിട്ട് ഉള്ളി ചേർത്തിട്ട് പുറത്ത് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. നല്ലൊരു ബോട്ടിലിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻസ്റ്റൻറ്റ് തരിക്കഞ്ഞി മിക്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോമ്പ് കാലം ഒരുപാട് സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കട്ടെ. അപ്പോൾ നമുക്കിനി ഈ ഒരു റവ മിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് പാല് ചേർക്കാതെ കൂടെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു മെത്തേഡും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന്
അരക്കപ്പ് വീതമുള്ള 2 കപ്പ് എന്ന് വെച്ചാൽ 1 കപ്പ് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അരക്കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കപ്പ് അളന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിൻ്റെ പകുതി എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്ന് വെച്ചാൽ പാല് കിട്ടാത്തൊരു ദിവസം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി എന്നറിയോ, വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഈ മിക്സ് 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. വേറൊന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് പാകത്തിനുള്ള നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു മിക്സ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. കുറേ സമയം നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഇതിനൊക്കെ കിടന്നിങ്ങനെ ഓടുന്നത്. ആ സമയമൊക്കെ നമുക്ക് ഇതിനായിട്ട് ലാഭിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് അറിയിക്കണേ എന്നെ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് തരികഞ്ഞി മിക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വീഡിയോസ് കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.